പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വിക്രം തനിയെ താഴേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോൾ ശങ്കരൻ ചോദിക്കുകയാണ്, എന്താ വേദ പറഞ്ഞത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളെ ആരും നിർബന്ധിച്ചല്ല അവളെ ഇങ്ങോട്ട് വന്നതെന്ന്. അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് വന്നത്. അതാ അവൾ വരാൻ കൂട്ടാക്കത്തത്. അപ്പോൾ മാഷിനോട് വിക്രം പറയുകയാണ്, അതെ വാ അച്ഛാ നമുക്ക് പോകാം. അപ്പോൾ പെട്ടെന്ന് മാഷ് പറയുകയാണ്, എനിക്ക് വേദ ഒന്ന് കാണണം, വേറൊന്നിനുമല്ല. ഒരു വർഷം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച കുട്ടിയല്ലേ, ഒന്ന് യാത്ര പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ശങ്കരൻ പറയാണ്, ദീപ്തി വേദയുടെ മുറി ഒന്ന് കാട്ടിക്കൊടുക്ക്. അങ്ങനെ മാഷും ദീപ്തിയും മുകളിലേക്ക് പോകുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ താഴെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ദീപ്തി വേദയുടെ മുറിയിലെത്തുമ്പോൾ വേദ കരഞ്ഞ് കണ്ണൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ദീപ്തി ചോദിക്കുകയാണ്, ഇതെന്താ കരഞ്ഞ് കണ്ണ് കലങ്ങിയിരിക്കുന്നത്, എന്താ ചേച്ചിക്ക് പറ്റിയത്? അപ്പോൾ വേദ പറയാണ്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ ദീപ്തി പറയുകയാണ്, എനിക്കല്ല വിക്രമേടൻ്റെ അച്ഛനാ സംസാരിക്കേണ്ടത്, ഞാൻ ചെന്ന് പറയാം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അപ്പോൾ വേദ അതൊന്നും വേണ്ട, ഞാൻ അച്ഛനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് മാഷിന്റെ അരികിലേക്ക് ചെല്ലുന്നു. അച്ഛാ എന്ന് വേദ വിളിക്കുമ്പോൾ മാഷ് പറയുകയാണ്, എന്തായാലും ആ വിളി മറന്നിട്ടില്ലല്ലോ, നീ ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ മാഷയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ കമലയോട് എന്നെ അച്ഛ എന്ന് വിളിച്ചാൽ മതി എന്ന് വേദയോട് പറയാനായിട്ട് പറയുന്നതിന് മുൻപ് തന്നെ നീ എന്നെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. ആ കാര്യമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ വേദ കരഞ്ഞുകൊണ്ട് അച്ഛാ എന്നിങ്ങനെ പറയുമ്പോൾ മാഷ് പറയുകയാണ്, നീ ഒരു വാശിക്കാരിയാണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. ആ വാശിയൊക്കെ പെൺകുട്ടികൾക്ക് നല്ലതാ. ഒരു വാശിക്ക് കിണറ്റിലെടുത്ത് ചാടിയാൽ 2 വാശിക്ക് കയറി പോരാൻ പറ്റില്ല. പക്ഷെ നീ അങ്ങനെയല്ല, നീ അങ്ങോട്ട് വന്നിട്ട് തിരികെ ഈ വീട്ടിലേക്ക് വരികയും ചെയ്തു. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ അതിനുള്ള നീ പറഞ്ഞ കാരണമാണ് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത്. ചോറുണ്ടെന്ന് ആരും ആ കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല. വിക്രമിന്റെ സ്വഭാവം മാറില്ലെന്ന് അറിഞ്ഞിട്ടും 1 വർഷം നീ ആ വീട്ടിൽ വിക്രമിന് വേണ്ടി ജീവിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഈ തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തക്കതായ എന്തോ കാരണമുണ്ട്, അല്ലാതെ ഞാനത് വിശ്വസിക്കില്ല. ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാന്ന് അവൻ എനിക്ക് ഉറപ്പ് തന്നു. അത് നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഒരിക്കലും അത് നടക്കില്ലെന്ന് വിചാരിച്ചതാ. പക്ഷേ നിനക്ക് വേണ്ടി അവൻ അത് ഉപേക്ഷിക്കും. ഇലക്ഷൻ വരെ ശ്രീനിവാസന്റെ കൂടെ നിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വിക്രം പറഞ്ഞൊരു വാക്കുണ്ട്, പെട്ടെന്ന് ഇങ്ങനൊരു സന്ദർഭത്തിൽ ഉപേക്ഷിച്ചു വരുന്നത് തെറ്റല്ലേ അച്ഛാ, എൻ്റെ എല്ലാ ദുഃഖങ്ങളിലും എൻ്റെ കൂടെ നിന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നീയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ 2 പേരുടെ ഇടയിൽ സന്തോഷം കൊണ്ടുവന്നത്, ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചത്. നീ എന്നും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. നിന്നെ ഒരു മകളായിട്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നു. അതിന് കാരണമുണ്ട്, മറ്റു 2 മരുമക്കൾക്ക് പോകാൻ സ്ഥലമുണ്ട്. പക്ഷേ നിനക്ക് അങ്ങനെ ഇല്ലല്ലോ എന്ന് കരുതി സ്വന്തം മകളെ പോലെയാണ് ഞാനും കമലയെ നിന്നെ സ്നേഹിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് ഇവിടെ വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ആളുണ്ടെന്ന് ഞാൻ കമലയോട് പറഞ്ഞോളാം. നീ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നെ വക്കീൽ ഓഫീസൊക്കെ അടുത്തായതുകൊണ്ട് നിന്നെ ഒരിക്കലും മിസ് ചെയ്യില്ല. നീ ഇടയ്ക്ക് ഞങ്ങളെ കാണാൻ വരണം, ഇല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിക്കുകയെങ്കിലും വേണമെന്ന് പറയുന്ന മാഷ് അവിടെ നിന്ന് പോകുമ്പോൾ വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാഷിൻ്റെ അടുത്ത് പറയാണ്, അച്ഛാ എനിക്ക് അവിടെ ആരോടെങ്കിലും ദേഷ്യമോ വിദ്വേഷമോ ഉണ്ടായിട്ടല്ല ഞാൻ ഇറങ്ങി വന്നത്. അച്ഛൻ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ, ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേര് സങ്കടപ്പെട്ടേനെ. അതുകൊണ്ട് മാത്രം വേറൊന്നും അച്ഛൻ എന്നോട് ചോദിക്കരുത്. അപ്പോൾ മാഷ് പറയുകയാണ്, ചിലരൊക്കെ എല്ലാം തുറന്നു പറയും, പക്ഷേ ചിലർ പറയാതെ പറയും. 2ാമത്തെ കൂട്ടത്തിലാണ് നീ. എന്തായാലും നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുന്നു. വേദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മാഷ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ശങ്കരൻ ചോദിക്കുന്നുണ്ട്, വേദ എന്ത് പറഞ്ഞു? നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ്, എനിക്ക് അവളിൽ നിന്നൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. ഇത് അവൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണോ അല്ലയോ എന്ന് അത് അറിഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും അവൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനം അല്ലത്, ആരോ അവളെ പ്രേരിപ്പിച്ചതാണ്. ഒന്നോർത്താൽ അവളെ ആരോ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അവൾ ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഈ തീരുമാനം എന്നും അവളിങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴായാലും അവൾ തിരികെ വീട്ടിലേക്ക് വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് അവൾക്കായിട്ട് ആ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും എന്ന് പറഞ്ഞിട്ട് മാഷ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ശങ്കരൻ്റെ മനസ്സിൽ വേദ ആരാ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നുള്ള ടെൻഷനൊക്കെ ഇങ്ങനെ വരുന്നു. എന്തുകൊണ്ട് അവൾ ഇവിടെ വന്നേന്നുള്ള ചിന്തകളൊക്കെ വരികയാണ്. അങ്ങനെ വിക്രമും മാഷും ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകുമ്പോൾ വർഷ കുഞ്ഞുമായിട്ട് ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് വരുവാണ്. വർഷ ഇവരെ 2 പേരും ഇങ്ങനെ മാറും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ശങ്കരൻ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട് അമ്മായിച്ചൻ ഓഫീസിലേക്ക് വരുന്നതാണ്. അപ്പോൾ അമ്മായിച്ചൻ ചോദിക്കുക, എങ്ങനെയുണ്ട് നിന്റെ വീട്ടിൽ? അപ്പോൾ ശ്രീകാന്ത് പറയാം, അവള് കുറച്ച് ദേഷ്യത്തിലാണെങ്കിലും എന്നെ കാണണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും എന്തായാലും ഇനി വിക്രമമായിട്ട് പോയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മായിച്ചൻ പറയുകയാണ്, എനിക്ക് എന്തോ അവൾ നമ്മളെ പരീക്ഷിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയാം, അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അമ്മായിച്ചൻ പറയുകയാണ്, അത് പിന്നെ ചിലപ്പോൾ അവൾ നമുക്കിട്ട് പണി തരാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് നിൽക്കുന്നത്? നമ്മളോട് ഈ കാട്ടുന്നതൊക്കെ അഭിനയമാണെങ്കിലോ, അവർ 2 പേരും ചേർന്ന് നടത്തുന്ന നാടകമാണെങ്കിലോ?
ചിലപ്പോൾ നമ്മളാണ് വിക്രമിൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതെന്ന് തെളിവ് സഹിതം പിടിക്കാൻ വേണ്ടി അവൾ നമ്മുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറയാം, ഒരിക്കലും ഇല്ല അച്ഛാ, അച്ഛനോട് വരെ അവൾ ഒന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈ സമയം വർഷയുടെ കോള് വരുന്നു. ശ്രീകാന്ത് അപ്പോൾ നിന്റെ അച്ഛനെ ഇവിടെ റിപ്പോർട്ട്, ഞങ്ങൾ ചുമ്മാ കാര്യങ്ങളൊക്കെ പറയുകയാണെന്ന് പറയുമ്പോൾ വർഷ പറയാം, എങ്കിൽ പിന്നെ ഡിസ്കസ് ചെയ്യാൻ വേറൊരു വിഷയം കൂടി ഞാൻ തരാം. ഇവിടെ വിക്രമും വിക്രമിൻ്റെ അച്ഛനും കൂടി വന്നിരുന്നു. അവർ രണ്ടുപേരെയും ഇവിടെ സൽക്കരിച്ചിട്ടാണ് നിങ്ങളുടെ അച്ഛൻ വിട്ടിരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ഫോൺ സ്പീക്കറിലിടുന്നു. അപ്പോൾ വർഷ പറയുകയാണ്, ദീപ്തി പറഞ്ഞാൽ ഞാനല്ല അറിഞ്ഞത്. ആദ്യം വിക്രം പോയി സംസാരിച്ചു, അപ്പോൾ അവളൊന്നും മിണ്ടാതെ ഇറക്കി വിട്ടെന്നോ. പിന്നീട് അവൻ്റെ അച്ഛനും പോയി സംസാരിച്ചു. അവൾ എന്തൊക്കെയോ പറഞ്ഞു വിട്ടെന്നാ തോന്നുന്നത്. അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ പോയെന്നാ കേട്ടത്. പിന്നെ പോകാൻ നേരത്ത് വിക്രമിൻ്റെ അച്ഛൻ പറഞ്ഞെന്ന് അവളെ ആരോ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന്. അങ്ങനെ നിങ്ങളെന്തായാലും അവളെ സ്വാധീനിച്ചിട്ടില്ല, നിങ്ങളെന്തായാലും ഭീഷണിപ്പെടുത്തി വല്ലതും വെച്ചിരിക്കുകയാണോ? അപ്പോൾ എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അമ്മായച്ചൻ പറയുന്നുണ്ട്, അപ്പോൾ ശങ്കരന് വേദ പോയാലും കുഴപ്പമില്ലെന്നുള്ള മൈൻഡുണ്ട്, നമുക്ക് എന്തായാലും സംസാരിച്ചേ പറ്റൂ. അപ്പോൾ ശ്രീകാന്ത് പറയാം, ഞാൻ അച്ഛനോട് സംസാരിക്കാം. അടുത്തതായിട്ട് കാണിക്കുന്നത് SI വിക്രമിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ വിക്രമിനെ കാണുമ്പോൾ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ പുതിയ ജീവിതത്തെ പറ്റിയൊക്കെ അറിഞ്ഞല്ലോ, അവൾ നിന്നെ കളഞ്ഞേച്ച് പോയല്ലേ? അപ്പോൾ വിക്രം ചോദിക്കുക, നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അല്ല, ഞാൻ നിന്റെ തന്തയെ ഒന്ന് കാണാനാണ് വന്നത്, നിന്റെ തന്ത ഇങ്ങോട്ട് വിളി എന്ന് SI പറയുമ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തോടെ SI നോക്കുന്നു. ഈ സമയം മാഷും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്